ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇറ്റ്സ് മീ കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഒന്നുമില്ല, കുട്ടികളുള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞങ്ങൾ നേരെ കണ്ണൂർക്ക് പോവുകയാണ് കേട്ടോ. ഇവൻ ജനിച്ച രണ്ടാമത്തെ ട്രിപ്പായിട്ട് ഞങ്ങൾ പോകുന്നത്. ട്രിപ്പ് എന്നല്ല, അമ്മയുടെ വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പം ഇവനെ ട്രെയിൻ യാത്ര ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ആകാംക്ഷ ഇവരും ഉണ്ട്. പിന്നെ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു അരമണിക്കൂർ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ട്രെയിനിൻ്റെ വേഗം കാണിച്ച് വേഗം എത്തും. പക്ഷെ അരമണിക്കൂർ അവിടെ നിർത്തിയിട്ട് ഗായ്സ്. പിന്നെ എനിക്ക് കണ്ണൂർ ഇറങ്ങിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ അതൊന്നും കീഴെടുക്കാൻ പറ്റിയ ഫോൺ ഓഫായി പോയി. ഞങ്ങളുടെ റൂം എടുത്തിട്ട് പിറ്റേ രാവിലെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതാണ് റൂം, അടിപൊളി റൂം, നമുക്ക് പറ്റിയ റൂം, അതേപോലത്തെ റൂമാണ് കേട്ടോ. ഒരു ശല്യം, ആരും കൊണ്ട് ശല്യം, അടിപൊളി റൂമിന്. പിന്നെ ഇവൻ കമ്മിന്ന് വീഴാൻ തുടങ്ങി എനിക്ക് ഭയങ്കര പേടിയാണ്. അവൻ കട്ടിക്കിടത്താനും പെട്ട് എവിടെ കിടത്താൻ എനിക്ക് പേടിയാണ്. അവൻ കമ്മിന്നിട്ട് വീണ നമ്മളൊരു ശ്രദ്ധ മതി അവർക്ക് എന്തെങ്കിലും പറ്റാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ശ്രദ്ധ എപ്പോഴും അവതേനുണ്ട്. നമ്മൾ ഫസ്റ്റ് കുട്ടിയാണ്, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പയ്യാമ്പലം ബീച്ചിലേക്ക്. നമ്മൾ ഭയങ്കര പൊട്ടത്തറയിൽ പോയി. പറ്റേ ഞങ്ങൾ എന്താ പറയുക, വെയിലത്തായി പോയത്. വെയിലത്ത് പോയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. നമുക്ക് വന്നത് 3:30 ട്രെയിന്. അപ്പോൾ എവിടെയെങ്കിലും അത് പോകണമല്ലോ വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ വന്നത്. നമ്മൾ സെൻറ്റ് ആംഗിൾ ഫോർട്ട് പോകണമെന്ന് വിചാരിച്ചാൽ അവിടെയും ഈ സ്ഥലത്ത് നല്ല വീടിൻ്റെ കോട്ടയാണത്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയില്ല. പോർച്ചുഗീസ് ഞങ്ങളിതൊരു കോട്ടയാണത്. അപ്പോൾ ഞാൻ അടുത്ത വർഷം വരുമ്പോൾ അവിടെ പോകും. അപ്പോൾ ഇതാണ് കേട്ടോ പാർക്ക്, പയ്യാമ്പലം ബീച്ച്. കുട്ടികൾക്ക് 10 റുപ്യയും വലിയവർക്ക് 20 റുപ്യ കേട്ടോ അവിടെ ചാർജ് വരുന്നത്. പിന്നെ ഞങ്ങൾ ഇതാണ് എൻ്റെ അനിയനിയത്തി. ഞങ്ങൾ 4 മക്കളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീട്ടിൽ എങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. മൈ സ്റ്റോറിൻ്റെ കഥകളൊക്കെ അടുത്ത വീട്ടിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവന് ഉറങ്ങിയ ക്ഷീണത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ അനിയത്തി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ കണ്ട അപ്പോഴത്തേക്ക് അപ്പം നോക്കും. അങ്ങനെ ഒരാളാണ്. ഫോൺ അഡിക്റ്റായി കിട്ടുന്നില്ല, എന്നാലും നോക്കും. പിന്നെ ഇവർ ഭയങ്കര കളിയും ചെയ്യും. പിന്നെ അവിടുത്തെ റൈഡിൽ കണ്ടപ്പോൾ എനിക്ക് ഇവനെ ഇരുത്താൻ തോന്നി. പക്ഷെ ഇവനെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെ ഇരുത്തി നോക്കി. ഞാനല്ല, രണ്ടാമത്തെ അനിയത്തിയായിട്ട് ഇരുത്തി. പിന്നെ അവളെ മുഖം കാണിക്കാത്ത, അവൾക്ക് അങ്ങനെ ക്യാമറയിൽ കാണുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാട്ടോ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ബീച്ച് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ ചെറുതായിട്ട് ഇറക്കി വിട്ടിട്ടാണ് പോകുന്നത്, വെയിലായതുകൊണ്ട്. പിന്നെ അവിടെ കുറേ ശില്പികളും കുറേ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ സ്മാരകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ വെയിലടിക്കാണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും കാണിച്ചിരുന്നുണ്ട്. പിന്നെ ഞാനും അനിയത്തിയും കൂടെ കേട്ടോ ബീച്ചിലേക്ക് പോയത്. ഭയങ്കര പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോകാൻ കഴിഞ്ഞില്ല. പിന്നെ അടിപൊളി ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പകുതിയും തുറന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഫുഡ് സ്പോട്ട് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ബീച്ച്, അടിപൊളി ബീച്ചാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അവിടെ പോകണം. കണ്ണൂർ പോകണം, പയ്യാമ്പലം ബീച്ച് മറക്കരുത്. പിന്നെ ഫുഡും കഴിച്ച് നേരെ ഞങ്ങൾ കണ്ണൂർ റെയിൽവേയിലേക്കാട്ടോ പോയത്. ഞങ്ങൾ 3:30 ട്രെയിൻ, അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിൻ തന്നെയാണ്, അതുകൊണ്ട് തിരക്കുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വെള്ളം വാങ്ങിച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് നേരെ ട്രെയിനിലേക്ക് കയറിയിരുന്നു. ട്രെയിൻ എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ട്രെയിനൊക്കെ എടുത്ത് ഞങ്ങൾ ഫറോക്കിലേക്ക് എത്താനായിട്ട് ഫറോക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ഫറോക്കൊക്കെ എത്തി. ഇടിമുടിക്കൽ അതാണ് ശുക്രിയ ബേക്കറി. ഞങ്ങൾ ഇതിപ്പോൾ പുതിയ തുടങ്ങിയ ബേക്കറി കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വെയിലത്ത് പോയപ്പോൾ അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ അയച്ച് കിട്ടിയവർക്ക്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പോവാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.